ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നറൂട്ടോ സീരീസിലെ ജിറയ സെൻസയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. പൊതുവെ നറൂട്ടോ സീരീസിലെ ക്യാരക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിന്റെ അവസാനം ക്ലാനിന്റെ പേരും ഉണ്ടാകും. അതായത് ഇപ്പോൾ എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നറൂട്ടോ ഉസുമാക്കി, സാസ്കെ ഉച്ചിഹ എന്ന് പറയുന്നത് പോലെ. എന്നാൽ നമ്മുടെ ജിറയെ നോക്കിക്കഴിഞ്ഞാൽ ജിറയക്ക് ലാസ്റ്റ് നെയിം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിറയ ഏത് ക്ലാനിലുള്ള ആളാണെന്ന് നമുക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ചില തിയറീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിറയ കക്കാഷിയുടെ ആ ഒരു ഹാട്ടക്കെ ക്ലാനിലുള്ള ഒരാളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കക്കാഷിയും അതുപോലെ തന്നെ ജിറായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇവർക്കൊരു സിമിലാരിറ്റീസ് കാണാൻ സാധിക്കും. രണ്ടുപേരുടെയും ഹെയർ വൈറ്റ് കളറിലായിരിക്കും. ഇവരുടെ സ്വഭാവം എടുത്തു കഴിഞ്ഞാലും ഏകദേശം ഒരുപോലെ എന്ന രീതിയിലും നമുക്ക് പലതവണ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഫാൻസ് ജിറായ ഹാട്ടക്കെ ക്ലാനിലുള്ള ഒരാളാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇത് എവിടെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് തിയറീസ് മാത്രമാണ്. ഇനി നമ്മുടെ ജിറായ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിനോബിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇറ്റാച്ചിക്ക് തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. താൻ 6ാമത്തെ വയസ്സിലാണ് അക്കാദമി പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് തനിക്ക് ടീമേറ്റ്സ് ആയിട്ട് വന്നവരാണ് സുനാഡയും ഒറോച്ചിമാറും. ഇവരുടെ സെൻസെയാണ് തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഇറുസൻ സരുട്ടോബി. അങ്ങനെ പോകെയാണ് ഇവർ 3 പേരും ലെജൻഡറി സാനിയൻസ് ആയിട്ട് മാറുന്നത്. ഇവർ 3 പേർക്കും ആരാണ് ലെജൻഡറി സാനിയൻസ് എന്ന പദവി കൊടുത്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡ് വാറിൽ ഹാൻസോ ആണ് ഇവരെ ലെജൻഡറി സാനിയൻസ് എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ ജിറായ സുനാഡെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഫണ്ണായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ജിറായെ നോക്കിക്കഴിഞ്ഞാൽ സുനാഡയെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാനാണ് ജിറായ, നീ ലവ് ലെറ്റർ തന്നാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുനാഡയുടെ പുറകെ തന്നെ നടക്കും. എന്നാൽ സുനാഡയാണെങ്കിൽ അത് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് നമ്മുടെ സുനാഡയാണെങ്കിൽ സുനാഡയ്ക്ക് ഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുകയും പിന്നീട് അവൻ മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നടന്നിട്ടും നമ്മുടെ ജിറായ ആണെങ്കിൽ സുനാഡയുടെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചത്. അതായത് നമ്മുടെ ജിറായ മരിക്കുന്നതിന് മുൻപ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലീഫ് വില്ലേജ് വിട്ട് പോകുമ്പോൾ സുനാഡയെ കണ്ടിട്ടാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ സുനാഡയാണെങ്കിൽ ഡാനിനെ എപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അന്ന് തന്നെ നമ്മുടെ ജിറായ ആണെങ്കിൽ ഈ വില്ലേജ് വിട്ട് പോയിരുന്നു. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം തനിക്ക് തന്റെ മിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, അതുകൂടാതെ താൻ കാരണവും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നൊക്കെ കരുതിയാണ് ജിറായ വില്ലേജ് വിട്ടു പോകുന്നത്. എന്നാൽ നമ്മുടെ ജിറായ ആണെങ്കിൽ അത് ഓർത്ത് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടുമില്ല. സുനാഡയെ അവസാനം വരെ ലവ് ചെയ്തിരുന്നു. ഈ ഒരു ജിറായയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് താൻ ഒരു സ്റ്റോറി എഴുതുന്നത്, അതായത് ആ ഒരു നോവലൊക്കെ എഴുതിയത്. അതായത് നമ്മുടെ കക്കാഷൊക്കെ എപ്പോഴും വായിക്കുന്ന ആ ഒരു ബുക്കില്ലേ, അത് തന്നെ. ഇനി ഈ ഒരു നറൂട്ടോ സീരീസ് തന്നെ ഒരുപാട് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ജിറായ. 1839 മിഷൻസ് ആണ് ഇപ്പോൾ ജിറായ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ ജിറായ ഒരു സേജ് മോഡ് യൂസർ ആണ്. ഈ ഒരു സേജ് മോഡ് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ആ ഒരു ടോഡ് വില്ലേജിൽ എത്തിയത് കൊണ്ടാണ്. അതായത് മൗണ്ട് മിയോബോക്കു എന്ന ആ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് നമ്മുടെ ജിറായ ആണെങ്കിൽ ആ ഒരു സേജ് മോഡൊക്കെ പഠിച്ചെടുത്ത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിനോബി ആയിട്ട് മാറിയിട്ടുണ്ടാകും. അവിടെ ഉണ്ടായ ഗ്രേറ്റ് ടോഡ് സേജ് ജിറായോട് പറയുന്നുണ്ട്, ഈ ഫ്യൂച്ചറിൽ ഒരു സ്റ്റുഡന്റിനെ ട്രെയിനിങ് ചെയ്യും. അവൻ ഭാവിയിൽ ഒരു ചൈൽഡ് ഓഫ് പ്രൊഫസി ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു ചൈൽഡ് ഓഫ് പ്രൊഫസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിറായ ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റുഡന്റ് ഇല്ലേ, അവൻ ഈ ഒരു ലോകത്തെ രക്ഷിക്കും, അല്ലെങ്കിൽ അവൻ ഈ ഒരു ലോകത്തെ നശിപ്പിക്കും. ഇത് മനസ്സിലാക്കിയാണ് നമ്മുടെ ജിറായ ഓരോ സ്റ്റുഡൻസിനെയും ട്രെയിനിങ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ജിറായയുടെ സ്റ്റുഡന്റ് ആണ് നമ്മുടെ മിനാട്ടോ. നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിനോബി ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ട്രെയിനിങ് ചെയ്ത 2ാമത്തെ സ്റ്റുഡന്റ് ആണ് നമ്മുടെ നാഗട്ടോ. പിന്നീട് ഫൈനലായിട്ട് നറൂട്ടോയും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ട്രെയിനിങ് ചെയ്ത നമ്മുടെ മിനാട്ടോ ആണെങ്കിൽ ഒരു ഹൊക്കാഗെ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നാഗട്ടോയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാഗട്ടോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പെയിൻ ജിറായെ തന്നെ കൊല്ലുന്നുണ്ട്. പിന്നീട് അവസാനത്തെ നമ്മുടെ നറൂട്ടോയാണ് അവസാനം ചൈൽഡ് ഓഫ് പ്രൊഫസി ആയിട്ട് മാറുന്നത്. കൂടാതെ നമ്മുടെ ജിറായ ആണെങ്കിൽ നറൂട്ടോയുടെ ഒരു ഗ്രാൻഡ് ഫാദർ ആണ്, സെൻസെ ആണ്. ഒരു സമയത്ത് നറൂട്ടോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് നമ്മുടെ ജിറായ ആണ്. നമ്മുടെ നറൂട്ടോയ്ക്ക് നറൂട്ടോ എന്ന പേര് വെക്കാനുള്ള കാരണം ജിറായ ആണ്. കൂടാതെ റെസിംഗൻ പഠിപ്പിച്ചു കൊടുത്തു. ടോഡിനെ സമൺ ചെയ്യാനും കുറാമ ചക്ര എങ്ങനെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജിറായ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ജിറായ എന്തുകൊണ്ട് ഹൊക്കാഗെ ആയിട്ട് മാറിയില്ല? സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ജിറായെ ഹൊക്കാഗെ ആക്കാൻ വേണ്ടി പലതവണ പരിശ്രമിച്ചിരുന്നു. അതായത് നമ്മുടെ തേർഡ് ഹൊക്കാഗെ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു സമയത്ത്. എന്നാൽ നമ്മുടെ ജിറായ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിറായയുടെ ആ ഒരു ക്യാരക്ടറും ഒക്കെ വെച്ച് തനിക്ക് ഹൊക്കാഗെ ആകാനൊന്നും കഴിയില്ല, താനൊരു ഹൊക്കാഗെ ആകാൻ കഴിയുന്ന ഒരാളല്ല എന്ന് ജിറായക്ക് നല്ലതുപോലെ അറിയാം. പിന്നീട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒറോച്ചിമാറു ആണ്. എന്നാൽ ഒറോച്ചിമാറു വില്ലനായതുകൊണ്ട് അതും നടക്കില്ല. പിന്നീട് ആകെ ഉണ്ടായത് സുനാഡയാണ്. പിന്നീട് സുനാഡയാണ് ഹൊക്കാഗെ ആയിട്ട് മാറുന്നത്. ഇനി നമ്മുടെ ജിറായ അവസാനമായിട്ട് ഫൈറ്റ് ചെയ്തത് ആരുടെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള നാഗട്ടോയുടെ കൂടെയാണ്. ആ ഒരു ഫൈറ്റിലാണ്
അങ്ങനെയാണ് അവസാനം നമ്മുടെ ജിറായ മരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു അവസാനത്തെ എപ്പിസോഡാണ് IMDb റേറ്റിംഗിൽ ഹയസ്റ്റ് റാങ്കിങ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് മാറുന്നത്. ഇത് ആ ഒരു ടൈമിൽ മാത്രമാണ്. അത് കഴിഞ്ഞ് സാസ്കെ വേഴ്സസ് ഇറ്റാച്ചി എന്ന എപ്പിസോഡും അത്യാവശ്യം റേറ്റിംഗിൽ കയറുന്നുണ്ട്. ഇനി പല ആൾക്കാരുടെയും ഈ ഒരു നറൂട്ടോ സീരീസിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ജിറായയുടെ ഡെത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് വാറിന്റെ സമയത്ത് പല ക്യാരക്ടേഴ്സിനും റീആനിമേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജിറായ മാത്രം കൊണ്ടുവന്നിട്ടില്ല. ഇതിന് നമ്മുടെ കിഷിമോട്ടോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഡെത്ത് അതവിടെ പെർഫെക്റ്റ് ആയിട്ട് വേണം, എന്നാൽ മാത്രമേ ആ ഒരു ക്യാരക്ടറിനൊരു മതിപ്പ് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് അവസാനം നമ്മുടെ ബൊറൂട്ടോ സീരീസിലും ജിറായയെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ചിയും കിസാമയും വരെ വിരട്ടി ഓടിപ്പിച്ച ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജിറായ. എന്നാൽ നമ്മുടെ ഇറ്റാച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജിറായ എന്ന രീതിയിലാണ്. എന്നാൽ സീരീസ് കണ്ടപ്പോൾ നമുക്കൊക്കെ മനസ്സിലായത് ഇറ്റാച്ചിയാണ് കുറച്ചുകൂടി ജിറയേക്കാൾ ഓവർ പവർഡ് ആയിട്ടുള്ളത്. സത്യത്തിൽ ഇറ്റാച്ചിയാണോ ജിറായയാണോ പവർഫുൾ? നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അത് കമന്റ് ആയിട്ട് പറയുക. ഇനി അവസാനം കിഷിമോട്ടോയുടെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ക്യാരക്ടറാണ് ജിറായ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജിറയെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.